ദൈവത്തിന്റെ കരുതലിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മതിയായവനായിരുന്നു. ഹല്ലേലൂയ. അങ്ങയെ വഴി നടത്തി. ഞങ്ങൾ നിന്നതല്ല, അങ്ങയെ നിർത്തിയത്. ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. രോഗപ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് നൽകിയ വിടുതലിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകിയ ബലത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആരാധന കഴിക്കുന്നത് ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ സന്തോഷം ഞങ്ങളുടെ ബലമായി മാറുവാൻ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ബലമായി മാറുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സുഹൃത്ത് നിർവഹിക്കുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും സ്വർഗീയ അഭിഷേകം പകർന്ന് ക്രൂശിന്റെ മറവിൽ നിർത്തണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിൽ തിരുമുഖ ശോഭ കണ്ടാനത്തിപ്പാൻ ഇന്ന് പകൽക്കാലം ആരാധനയിൽ അങ്ങയെ സഹായിക്കണം. അവിടെ രാജ്യങ്ങൾക്ക് സമർപ്പിക്കുന്നു. ആദ്യമുള്ള പരിശുദ്ധാത്മാവ് നയിക്കുവാനും മനസ്സും അങ്ങേക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അവയിൽ സ്വന്തം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഒരുമിച്ച് ദിവസത്തിലായിരിക്കാൻ ഇത് പകൽക്കാലം ദൈവം നമുക്ക് ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനയ്ക്കായി കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൽ വന്ദനം. ഒന്ന് രണ്ട് പാട്ടുകൾ പ്രാരംഭത്തിൽ പാടി ദൈവത്തെ ആരാധിക്കുള്ള സമയമാണ്. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് പ്രിയ സഹോദരനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയവും നമ്മുടെ ആനന്ദവും എല്ലാം നമ്മുടെ സന്നിധിയിലാണ്. നമ്മുടെ കാലത്തിനെയും ആരാധനയുടെ ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് കർത്താവിനെ ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവരെ സ്തുതിപ്പാൻ, വാഴ്ത്തുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അവൻ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചു. ഹല്ലേലൂയ. ദാസരായിരുന്ന ശത്രുക്കളായിരുന്ന മനുഷ്യനായി വന്ന് നമ്മുടെ വിടുവിച്ചു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഏറ്റവും വലിയ കർത്താവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. അവൻ എല്ലാ അനുഗ്രഹങ്ങളും, അവൻ ചെയ്ത എല്ലാ കൃപകളും, അവൻ ചെയ്ത എല്ലാ പ്രവൃത്തിയുടെ ഓർത്തുകൊണ്ട് ധ്യാനിച്ച് അവൻ ചേർന്ന് പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. സ്തോത്രം യേശുവിനെ സ്തോത്രം എന്നുള്ള എല്ലാം പാടി കർത്താവിനെ സ്തുതിക്കാൻ പാടാം. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ. നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ. ദാസനാമേന്റെ ദാശമാക ഞാൻ, ദാസനാമേന്റെ ദാശമാക ഞാൻ,
Hallelujah.
മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ. മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളുടെ ഉയർത്തി സ്തുതിക്കാം. ദൈവം കൂടി വരുത്തിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത കാലം ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദിവസം എഴുതിയിരുന്നുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 91 സങ്കീർത്തനം 2 വാക്യം പറയുന്നു, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. I declare about the Lord, He alone is my refuge, my place, my fortress. He is my God, whom I trust, whom I rely on. This morning we are here declaring our trust and our reliance upon our God. ദൈവസന്നിധിയിൽ ദൈവാശ്രയത്തെ പ്രഖ്യാപിക്കുന്ന ഈ ആരാധനയിൽ ഹല്ലേലൂയ. കർത്താവേ, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കും. നീ എന്റെ സകലവും എന്റെ തുണയായി നീ വന്ന് വിളിച്ചു പറയുന്ന ഹല്ലേലൂയ സമർപ്പണത്തിന്റെ ഈ ആരാധനയിൽ ഹല്ലേലൂയ ദൈവങ്ങളിൽ നമ്മെ സമർപ്പിച്ചു വീണ്ടും കരകളെ തട്ടി ഒരു പാട്ടോടെ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതിനാൽ ഹല്ലേലൂയ പാടുകൊണ്ട് ദൈവത്തെ വിളിച്ച് ആരാധിക്കും. ശരണമവൻ ചിറകുകളിൽ
Praise the Lord. Hallelujah. Hallelujah. ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 56. You read that psalm responsibly and give glory to God. Psalm 56. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യരുടെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ കേടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഭയപ്പെടുന്ന ആളിനില്ല ആശ്രയിക്കും. ഇടപെടാതെ അവരുടെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെ എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതിയുടെ നാല് ഒഴിഞ്ഞു പോകുമോ? ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഭയപ്പെടുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? വായിക്കാൻ ഞാൻ ദൈവത്തിന്റെ പ്രകാശം കേട്ടത് എന്റെ പ്രാണനെ മരണത്തിൽ എന്റെ പ്രാണങ്ങളെ വിടുവിച്ചുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച, നമ്മുടെ കാലുകളെ വിടുവിച്ച, ജീവന്റെ പ്രകാശത്തിൽ വഴി നടത്തുന്ന ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയാം. Ask your praise God. The English will come forward. Hallelujah. To lead us into this time of singing in our praise. Hallelujah. This is a great കുഞ്ഞുങ്ങളോട് ചേർന്ന് വീണ്ടും പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് അവരോട് ചേർന്ന് വീണ്ടും സമയമാണ് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Glory to God. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Let's continue worshiping our God today morning. When we look in the past 1 week, we were able to see God's amazing grace in our lives. He gave us good food to eat, the clothes to wear, the place to stay, good jobs and good health. And many times throughout this week, without us knowing, a lot of dangers would have come upon our lives. But it's only through the grace of God that He was able to sustain us. So let's continue giving this God our praise and all our glory and power. Let's sing one of the 2 old hymns, I Found a Friend in Jesus. I have found a friend in Jesus. He's everything to me. He's the fairest of 10,000 to my soul.
Praise. Let us offer a clap of praise unto God's holy name. Hallelujah. Let us praise God. Let us clap. Hallelujah. Let us give thanks unto His holy name. Hallelujah. 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 Amazing grace. Hallelujah. Let us give thanks unto His holy name for His amazing love in our lives. Hallelujah. Our God is great. How blessed we are to enjoy the love of God in His presence. Hallelujah. Let us give thanks unto His holy name. Hallelujah. Great gracious Lord, Heavenly Father, we thank and praise You for this wonderful morning. Thank You, Lord, for helping us to sing the amazing grace. What a friend we have. Hallelujah. Praise God. What a gracious God we have. Thank You, Lord, for helping our dear children, dear brothers and sisters to sing amazingly in Your presence, O God. Hallelujah. Hallelujah. You are the lily of the valley, and You have loved us, O God. You have made us yours, and we thank You for making us Your possession of Master. Hallelujah. We were far away from You, but in Your grace, in Your amazing grace, in Your mercy, You have brought us close to Your presence, O God. Thank You, Lord, for this freedom we have in Your presence, O God. Hallelujah. This morning, as we are worshiping You and sitting in Your presence for some more time, as we are going to be here, worshiping You, hearing from Your word, we pray that Your grace and Your mercy and Your presence shall be with us, O God. So for the time we leave unto Thy mighty hands, thank You, Lord, for hearing our prayers. In Jesus' mighty name we pray. Amen. I please be seated in the presence of God. Our kids will come now forward and say the Mangala words because they have to go for the practice for the Christmas program. So let us have the Mangala words for our kids to come. Praise God. Hallelujah. You are the light of the world, like a city on a hilltop that cannot be hidden. No one lights a lamp and then puts it under a basket. Instead, they put it on a stand, Amen. where it gives light to everyone in the house. In the same way, we should show our good deeds for all to see, so that they may praise Matthew 5, verses 14 to 16. Believe in the Lord Jesus Christ and you will be saved. Amen. Praise God. Psalms 20, verses 1 and 2. The king shall rejoice in your strength, O Lord. Lord, how great is his joy, in the victories you give him. You have given him his heart's desire, and you have not withheld the request of his lips. Hallelujah. Jesus. Praise God. Thank you. Now we will trust in God. Psalms 56:3. Amen. Praise God. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they shall be comforted. Blessed are those who are meek, and they shall inherit the earth. Matthew 5, verses 3 to 5. Matthew chapter 5, verse 3 to 5. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they shall receive comfort. Blessed are the meek, for they shall inherit the earth. Amen. Praise God. He will cover you with his feathers, and under his wings you will find refuge. Psalm 91, verse 4. Amen. Revelation 22, verses 12 and 13. And behold, I am coming quickly, and my reward is with me, to give to everyone according to his work. I am the Alpha and the Omega, the beginning and the end, the first and the last. Amen. Matthew 7:7. Ask and be given to you, seek and you'll find, knock and the door will be open to you. He who dwells in the secret place of the Most High shall be abide under the shadow of Almighty. I'll say of the Lord, He is my refuge and my fortress. My God, in Him I will trust. Psalms 91, verse 1 and 2. Amen. Numbers 23, verses 19 to 20. God is not human that He should lie, not a human being that He should change his mind. Does He speak and then not act? Does He promise and not fulfill? I received a command to bless. I have blessed and I cannot change it. John chapter 13, verses 34 to 35. A new commandment I give to you, to love one another just as I have loved you. By this all will know that you are my disciples, if you love one another.
I appeal to you, therefore, brothers, by the mercies of God, that you may present your bodies a living sacrifice, which is holy and acceptable to God, which is also your spiritual worship. Do not be conformed to this world. Instead, be transformed by the renewal of your mind, that you may be tested and discern what is the will of God, what is good and acceptable and perfect. Romans 12, verses 1 to 2. As a prisoner of war, I urge you to walk all manner in worthy of the calling, in all humility, gentleness, and patience, bearing one another in love. Ephesians 4, verses 1 to 2. Amen. Let us stretch forth our hands towards the children. Let's pray for them. Hallelujah. Hallelujah. Let us together pray. Let's bless them. Hallelujah. Let them be a blessing. Hallelujah. And all the children who are with you, let's stretch forth, lay your hands upon them and pray for them. Hallelujah. Let them be a blessing. Let us bless them. Hallelujah. Our children shall be a blessing. They shall stand for God's word. They shall stand for the kingdom of God. For the extension of the kingdom of God. God shall use them in the coming days. Hallelujah. Let God give them the grace and mercy and blessing upon their life as they are going for the practice. Let us pray that God will bless them, use their talents for God's glory. Hallelujah. Hallelujah. I bless the Lord. Amen. Hallelujah. God bless you, dear children. You can now leave for the practice. God bless you. Dev the Messiah. All of Samay Dev the Messiah. Chalo. Then I know the Dev the Studio. Mujhale war Dev the Studio. Hallelujah. Stop. White Sangita Bhagavatar. What I give it to stop. And la bring the Dev Sallari. The Lord will elevate water. Dev the Studio. The Mughal Kara. Stop. Hallelujah. The good time is something in the Lord Kai. Dev the Studio. Online lode പ്രാർത്ഥന വീക്ഷിക്കുന്നുണ്ട് അവരെ ഓർത്ത് സ്തുതിക്കുന്നു നിങ്ങളെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു. I greet each and every one of you in the matchless name of our Lord and Savior Jesus Christ. This day shall be a blessing in our life. We are in the presence of God. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നല്ലോ. ഈ പകൽക്കാലം നമുക്ക് അനുഗ്രഹമാക്കി ദൈവത്തിൽ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 56-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് രാജാവ് ഏത് പശ്ചാത്തലത്തിൽ ഇത് എഴുതി എന്നുള്ളത് സ്തോത്രം. ദാവീദ് in which circumstance he wrote this psalm, it is very clearly written over there. Praise God. നമുക്കറിയാം ദാവീദ് വല്ലാത്തൊരു ജീവിത സാഹചര്യത്തിലായി തന്നെ ഗത്തിൽ വെച്ച് സ്തോത്രം അവർ പിടിച്ചപ്പോൾ Philistines, the people of Philistine, they were very cruel people. They were very ferocious, and whoever happened to be in their hands, they shall not be delivered very easily. Their life is gone. നമുക്ക് പറയാൻ കഴിയും അവരുടെ കാര്യം തീർന്നു നമ്മൾ പറയുന്നത് പോലെ ഫിലിസ്തീന്റെ കയ്യിൽ ഇവനെ കിട്ടിയാൽ ക്രൂരന്മാരാണ് ഇല്ലാതെ. എന്നാൽ അങ്ങനെ നിഷ്ഠൂരന്മാരായ ആ മനുഷ്യർ, such a cruel people, in the midst of that, David walked away without any harm. Hallelujah. അവരുടെ നടുവിലൂടെ ഒരു കുഴപ്പവും സംഭവിക്കാതെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് അവനെ ഉലയ്ക്കാൻ പോലും സംഭവിക്കാതെ സ്തോത്രം അവന് അവരുടെ നടുവിൽ ഇറങ്ങിപ്പോയി. സ്തോത്രം. ആ ഒരു സമയത്ത് താൻ പാടിയ ഗാനമാണ് ഇതെന്നാണ് സ്തോത്രം. ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത് എന്നാണ്. പിടിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി ഇനി രക്ഷയില്ല. സ്തോത്രം. ഒരുപാട് വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. There are a lot of promises in David's life. നമുക്കറിയാം ആ സിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ when he was on his way to the throne, he had to hide himself from King Saul. അല്ലേ? പലയിടത്തും നാം കാണുന്നുണ്ട് സ്തോത്രം. ഒരു വിലയുമില്ലാത്ത ഒരു പ്രാണിയെ പോലെ, പുഴുവിനെ പോലെ എന്നൊക്കെ സ്തോത്രം പല സ്ഥലത്ത് പറഞ്ഞിട്ട്
ഒരു നായ ഓടിക്കുന്നത് പോലെ ഓടിക്കുന്നു എന്നൊക്കെയുള്ള അനുഭവങ്ങൾ. പിന്നെ അവസാനം നിരാശയുടെ ആ ഒരു അത്യുന്നതയിൽ താൻ കൃതജ്ഞതയിൽ താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. ആ വാഗ്ദത്തത്തെ കുറിച്ചുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിട്ട് താൻ ഇങ്ങനെ വിഷമിച്ച് ഭാരപ്പെട്ടു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ മുമ്പിൽ കിടക്കുക. ഹല്ലേലൂയ. അതിലേക്കൊന്നും നാം പ്രവേശിച്ചിട്ട് പോലുമില്ല. അതിന്റെ വാദ്യപടിയായ അഭിഷേകം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. സഭകൾ പറഞ്ഞു, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക, മറ്റുള്ളവരെല്ലാം തള്ളി. സ്തോത്രം. Physically, he was not at all looking a fit person. He was just an artist. He was singing songs. He was singing for the glory of God. Hallelujah. But one thing is very sure, God's purpose was in the life of David. Hallelujah. ദൈവത്തിന്റെ പദ്ധതി ദാവീദിന്റെ ജീവിതത്തിൽ എത്ര പേർ പുലർങ്ങനെ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പദ്ധതി എന്റെ മേൽ ഉണ്ടെങ്കിൽ എവിടൊക്കെ എന്തൊക്കെ പാളിച്ചു വന്നാലും, എവിടൊക്കെ ഞാൻ അകപ്പെട്ടാലും അതിനകത്ത് നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എനിക്ക് വേണ്ടി ആഴിയിൽ പാത ഒരുക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഭാരങ്ങളിൽ എന്റെ ഭാരത്തെ എടുത്തു മാറ്റുന്നുണ്ട്. എന്റെ ശരീരങ്ങളോട് സഹകരിക്കാത്തപ്പോൾ, എന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തം നിവർത്തിക്കായി എന്നെ നിലനിർത്തുന്ന ദൈവമുണ്ടെന്ന് ഇതുവരെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. നിന്റെ സ്തുതികളിന്മേൽ ദൈവത്തിന്റെ മഹത്വം ഇതുവരെ വെളിപ്പെടുക. നിരാശപ്പെടുത്തുന്ന, മനസ്സിനെ പഠിപ്പിക്കുന്ന സാഹചര്യക്ക് അനുകൂലമല്ലല്ലോ, ഞാൻ ജീവിക്കുന്ന ശരീരം പോലും എനിക്ക് അനുകൂലമായി നിൽക്കുന്നില്ലല്ലോ എന്ന ഭാരത്തോടെയായിരിക്കുമ്പോൾ ഒരു ശാരീരിക പഠനമെന്നവൻ അധികാരമുള്ളവൻ, ക്ഷമിച്ചവൻ, ഒരു ജീവന്റെ കുടിപ്പായി ശാരീരിക പഠനമെന്നവൻ വെളിപ്പെടുന്നവയ്ക്കായി ദൈവത്തിന്റെ സ്തുതിക്കാണ്. മെഡിക്കൽ സയൻസിനെ ഹല്ലേലൂയ കവിയുന്ന ഒരു ദൈവകൃപയുടെ ഹല്ലേലൂയ സാന്നിധ്യം നിന്റെ മേൽ ഒഴുകുവാൻ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം മതിയായതാ. എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഇന്ന് പകൽക്കാലം ആ കൃപയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. 8-ാം വാക്യം വായിച്ചാൽ 50-ാം സത്യത്തിലെ 8-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ കണ്ണുനീർ. ഹല്ലേലൂയ. ഒരു ദൈവദാസ ദേശം ഒടുക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവസം ഒടുക്കുന്ന കണ്ണുനീർ. ഹല്ലേലൂയ. അതിന് വലിയ വിലയുണ്ട് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ കരയുന്നതിനേക്കാൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം കരയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise God. This has much power. Hallelujah. The tears of the children of God. Hallelujah. Praise God. Hallelujah. Deva Sanadhil. Kananir. It contains sweat, tears, salty liquid that flows down from our eyes. Praise God. Amen. Hallelujah. Our God is the one who bottles up our tears. Hallelujah. നമ്മുടെ കണ്ണുനീരിനെ അവൻ തുരുത്തി ആക്കി വെക്കുന്നവന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് the tears of God's children are heaven moving pearls. ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ കണ്ണുനീർ സ്വർഗത്തെ ചലിപ്പിക്കുന്ന മുത്തുമണികളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ അനുഭവമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന, അവൻ എഴുന്നേൽക്കുന്ന, അവൻ ഇറങ്ങി വരുന്ന, ഹല്ലേലൂയ, അവൻ മറികടക്കാത്ത, ഹല്ലേലൂയ, അവൻ പ്രേരിപ്പിക്കുന്ന, ഹല്ലേലൂയ, tears of the children of God is something that God would have compassion upon. And this morning, if you have cried in the presence of God, hallelujah, our God has collected
collected those tears. Hallelujah. And he has bottled it up. At the right time, he will count it. Drop by drop, he will reward you. Hallelujah. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ദൈവനാമത്തിന് വേണ്ടി നാം കരയുന്ന കടന്ന് ദൈവസ്ഥലത്ത് കരയുന്നത് മാത്രമല്ല, ദൈവരാജ്യത്തെ മുൻനിർത്തി ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ആത്മഭാരത്താൽ നീ കരയുമ്പോ നിന്റെ കണ്ണുനീരിനെ അടിസ്ഥാനമാക്കി നിർമ്മണ പദ്ധതികളെ ചെയ്യുന്നൊരു ദൈവമായ ദൈവം എത്ര പേർ പകർക്കാലം വിശ്വസിക്കുന്നുണ്ട്? കണ്ണുനീരിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ അനേകം നന്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആരും നമുക്ക് തുണയായി നിൽക്കാതിരുന്നപ്പോൾ കണ്ണുനീരിനാൽ അടിസ്ഥാനമില്ല ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ ദൈവത്തെ സ്തുതിച്ചാണ് ഇന്ന് പകർക്കാലം കണ്ണുനീര് വേസ്റ്റായി പോയില്ല, അത് പാഴായി പോയില്ല, അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. എന്റെ ദൈവത്തിനൊക്കെ പ്രിയപ്പെട്ടതാണ്. ദൈവത്തിനറിയാം ഇവൻ കരഞ്ഞത് എന്റെ മുമ്പിലാണ്. കരഞ്ഞത് എന്നെ വിളിച്ചപേക്ഷിച്ച അതിന് ദൈവം മറുപടി നൽകി. ദൈവസ്ഥലം കരഞ്ഞതിന്റെ മറുപടിയുമായിട്ടല്ലയോ നമ്മൾ ദൈവസ്ഥലം ഇരിക്കുന്നത്? ദൈവസ്ഥലം കരഞ്ഞ പല വിഷയങ്ങളുടെ മറുപടിയുമായി ഇന്ന് പകൽക്കാലം നീ ദൈവസ്ഥലം ഇരിക്കുകയില്ലയോ? ഇന്ന് പകൽക്കാലം നീ ചെലവഴിക്കുന്ന ഈ സമയം പോലും, ഇരിക്കുന്ന ഇടം പോലും കണ്ണുനീരിന്റെ മറുപടിയല്ലേ? ദൈവത്തെ സ്തുതിച്ചാട്ടെ. പല അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് നാം കരയും. എന്തുകൊണ്ട്? നമുക്കറിയാം, ഞാൻ കരഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരമാ ഈ നന്മ. അതുകൊണ്ട് അതിന് വലിയ വിലയുണ്ട്, ഒരു വലിയ മൂല്യമുണ്ട്. സ്തോത്രം. It values the Lord in our lives. ഒരു ആരാധനയ്ക്കായി, ഒരു കൂട്ടായ്മയ്ക്കായി, അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പിനായിട്ടൊന്നും നമ്മൾ കരഞ്ഞില്ലേ? ഒരു ദൈവസാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കരഞ്ഞില്ലേ? ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ കരഞ്ഞില്ലേ? നിങ്ങളുടെ കർണമണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ മന്ത്രണം നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ, ആത്മാവിന്റെ അകത്തളത്തിൽ അവർ ഇടപെടുന്നെങ്കിൽ ഭാഗ്യമുള്ളവരാ. ദൈവത്തെ സ്തുതിച്ചാണ്. കണ്ണുനീര് തുരുത്തിലാക്കി വെക്കുകയാണ്. എന്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നവനാ. You count on my paths. Hallelujah. Each and every step I took forward. Hallelujah. In confusion, in terrible situation, each and every step that I have taken in your process. Hallelujah. You have counted my tossing. Praise the Lord. എടുത്തെറിയപ്പെട്ടതുപോലെ praise the Lord. നാം ആഗ്രഹിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് നാം ചെന്ന് പതിച്ചപ്പോൾ, and many times we said, oh God, I haven't thought about such a situation in my life. നിങ്ങൾ പലരോടും പറഞ്ഞ കാര്യമാണ്. ഞാനിങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വിചാരിച്ചില്ല. This is unexpected. Hallelujah. This is beyond my thoughts. This is not that I pray. I stood faithfully for the Lord. And this is not what I expected. Hallelujah. ഈ വർഷം കഴിയാൻ പോവാണല്ലോ. 2025 താങ്ക്സ് ഗിവിംഗ് സീസണിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഈ വർഷം ഒത്തിരി കരഞ്ഞൊരു വർഷമാണ്. Hallelujah. ദൈവത്തിൽ നിലവിളിച്ചൊരു വർഷമാണ്. Hallelujah. Praise the Lord. ദൈവത്തിലേക്ക് നാളുകൾ നിലവിളിച്ചിട്ട് ജീവിത നാളുകളിൽ എന്റെ ശുശ്രൂഷ കാലയളവിൽ ചില വർഷങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടില്ല. ചില വർഷങ്ങൾ ഒരുപാട് കരഞ്ഞ വർഷങ്ങളുണ്ട്. ഒരുപാട് കണ്ണുനീര് ദിവസം ഒരുക്കിയ പല അനുഭവങ്ങളുണ്ട്. ശുശ്രൂഷയും 20 വർഷം പൂർത്തീകരിച്ചു. കർത്താവിന്റെ കരുണയ്ക്കായി സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ 2025 മുമ്പത്തേക്കാളും കരഞ്ഞൊരു വർഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വർഷം അത് കൊയ്ത്തിന്റെ വർഷമായി ദൈവം മാറ്റുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ വിടുതല, ദൈവത്തിന്റെ കരുതല, ഹല്ലേലൂയ നമുക്കായി ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്റെ ആരോഗ്യം ഓർത്തലേ കരുതുക, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തലേ കരുതുക. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞത് ദൈവരാജ്യത്തിനെ മുൻനിർത്തി. കർത്താവേ, this was not expected. Hallelujah. നിന്റെ സന്നിധി കരഞ്ഞത് നിനക്ക് വേണ്ടി നിലകൊണ്ടത് ഒന്നും പിന്നും നോക്കാതെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഇതിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസത്തിൽ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, without a drop missing, hallelujah, my Lord has collected all those, hallelujah, as pearls, hallelujah, മുത്തുമണി പോലെ, വിലയേറിയ മുത്തുപോലെ എന്റെ നാഥനായ കർത്താവ് എന്നെ വീണ്ടെടുത്തവൻ, എന്നെ വിളിച്ചടക്കിയവൻ, തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ഇത് കാലം ദൈവസന്നിധിയിലുണ്ട്.
എനിക്ക് ദൈവത്തിൽ കാര്യത്തിന് യാതൊരു നാണമില്ല. I don't have any shy. Hallelujah. I don't shy away from crying in the presence of God. Hallelujah. I don't cry before people, but many times I can control my emotions sometimes, but in the presence of God. When I am overwhelmed with the presence of God, I cannot help it but crying in the presence of God. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോ കണ്ണതിൽ ധാരധാരയായി ഒഴുകി. ഹല്ലേലൂയ. ചിലരുടെ തലയണ നനയുവോളം പ്രാർത്ഥിക്കുന്ന കൗല് നനയുവോളം കരയുന്ന അനുഭവങ്ങള് ഭക്തന്മാർ ഭക്തമതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ വാക്കുകളാണ്. ഇതൊരു സഭ എഴുതി വെച്ചതല്ല, ഇതൊരു ബിഷപ്പ് എഴുതി വെച്ചതല്ല, ഇതൊരു പാസ്റ്റർ എഴുതി വെച്ചതല്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന അഖണ്ഡത, ഒരിക്കലും ഹല്ലേലൂയ തുടച്ചു മാറ്റുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, എന്നേക്കും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വാക്കുകളാണ്. As a promise, hallelujah, that is coming to you. Hallelujah, your tears are stored. Praise God. അത് ചോർന്നു പോകത്തില്ല, അത് മാറിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. Praise the Lord. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ നിധി പോലെ സൂക്ഷിക്കുന്ന പലതിനെ പോലെ എന്റെ കർത്താവ് നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുക. എന്തിനാ കർത്താവിനോട് കണ്ണുനീരിനോട് ഇത്രമാത്രം താല്പര്യം? Hallelujah. Praise the Lord. Hallelujah. For good every tear. Hallelujah. Not one is left. All are accounted for. No tear is shed in vain. Hallelujah. Jesus extends his hand to touch your cheek. You wipe your tears and assure that the sorrow will be no more. Hallelujah. And parallel intimacy. Hallelujah. Praise God. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, one day he will wipe away every tear from their eyes. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, നിലവിളിച്ച ഹൃദയവുമായി, നിലവിളിച്ച വാക്യശബ്ദങ്ങളുമായി, they were crying because of the persecution, because of the suffering they had to endure. But one thing is, when it's written, they shall be comforted, and our God, Lord, shall wipe away. അവൻ താൻ അവരുടെ കണ്ണുകളിൽ നിന്ന് അവരുടെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് തുടച്ചു മാറ്റിയാൽ വീണ്ടും കരയേണ്ടി വരത്തില്ല. അതിനർത്ഥം എന്റെ കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന നാളിൽ അവന്റെ മൃദുവായ സ്പർശനത്താൽ നിന്റെ കണ്ണുനീരിനെ മാറ്റുമ്പോൾ അതോടെ പിന്നെ കരച്ചിൽ നീക്കുകയാ. ഹല്ലേലൂയ. അവിടെ പറയുക, പിന്നെ കരച്ചിലില്ല, ഹല്ലേലൂയ, പിന്നെ വിലാപമില്ല, പിന്നെ ദുഃഖമില്ല, പിന്നെ മുറവിളിയില്ല. അവിടെ സദാകാലം എന്നേക്കുമായി എന്റെ കർത്താവിനോട് വാഴുന്ന, ഹല്ലേലൂയ, അതിന്റെ മിനിയേച്ചർ അനുഭവങ്ങളൊക്കെ ദൈവം ഈ ലോക ജീവിതത്തിൽ നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അനുഭവങ്ങൾ സ്വർഗത്തിൽ ചെന്നേ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ആയിരിക്കുമ്പോഴും കൊച്ചു കൊച്ചു സ്വർഗീയ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകി തരും. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവ സാധ്യത നമുക്ക് നൽകി തരും. എന്തുകൊണ്ടറിയാമോ? അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ നമ്മുടെ രോഗസൗഖ്യങ്ങൾ, നമ്മുടെ വിടുതലുകൾ, നമ്മുടെ ആശ്വാസങ്ങൾ, ഹല്ലേലൂയ, അതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന സമയങ്ങളാക്കി ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. രാവിലെ കാലം let us declare the presence of God. Hallelujah. My God is watchful of me. Hallelujah. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദാവീദ് ഭയപ്പെട്ടത് ഈ സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ ദാവീദ് ഭയപ്പെട്ട് പറയുന്നത്, മനുഷ്യനെ വിഴുങ്ങുവാൻ പോകുന്ന, they are trying to swallow me, they are trying to engulf me. Hallelujah. Praise the Lord. They oppress me, they trample me. Hallelujah. Praise the Lord. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാലും പറയാ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. നമുക്ക് ഭയമുണ്ടാകാം. മനുഷ്യൻ നമ്മെ ഭയപ്പെടുത്തും. അങ്ങനെയാവും ഇങ്ങനെയാവുമെന്നൊക്കെ പറഞ്ഞത് സ്വന്തം മനുഷ്യരൊന്നും ഭയപ്പെടുത്തിയില്ലെങ്കിലും മനുഷ്യരുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. അതാണ് പറയുക, മനുഷ്യൻ എന്നോട് ജഡത്തിനോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ വചനം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നിന്റെ പ്രാണനെ മാറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിളിച്ചു. A God who saved your life from death. Hallelujah. A God who delivered our soul from death. Let us praise God. Hallelujah. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
മരണത്തിനുള്ള നീക്കുപോക്ക് നൽകിയവർ. ആ കിടപ്പ് അതിൽ ജീവൻ പോകുന്ന കിടപ്പായി മാറാമായിരുന്നു. ആ കിടപ്പിൽ ഞാൻ എഴുന്നേൽക്കത്തില്ലായിരുന്നു. ആ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ലായിരുന്നു. അല്ലെ ആ പ്രൊസീജിയർ എന്റെ അവസാനമായി മാറുമായിരുന്നു. എന്നാൽ എന്റെ ദൈവം എന്നെ കരുതി. എന്റെ ദൈവം എന്നെ വിടുവിച്ചു. എന്റെ ജീവൻ എന്റെ ദൈവത്തിന്റെ ജീവപാഠത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഉറച്ച വിശ്വാസം ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാ ഭയവും മാറട്ടെ, എല്ലാ ഭീതിയും മാറട്ടെ, മനുഷ്യ ഭീതി മാറിപ്പോകട്ടെ. ഇന്ന് മുതൽക്കാലം ആത്മാവിന് ബലപ്പെട്ടാണ് ശാരീരിക ബലങ്ങളുടെ വെല്ലുവിളികൾ പറഞ്ഞിട്ട് ആത്മാവിന് ബലം ഏർപ്പെടുത്താണ്. Hallelujah. Oh, your faith shall be refreshed, your soul shall be strengthened, and in the sky after the promises that God has given to our life. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ ഒന്നുകൂടെ ഉരുവിടുവാൻ കാലമായി. Hallelujah. പറഞ്ഞാട്ട് ഉറക്കം വിളിച്ചു പറഞ്ഞാട്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. Hallelujah. He will wage the war for me. എന്റെ മുൻപായി നടന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഇത് മുതൽക്കാലം our God is a warrior. Hallelujah. നമ്മുടെ ദൈവം യുദ്ധവീരനായ യഹോവയാണ്. എന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവമഹത്വത്തെ പ്രകീർത്തിപ്പാൻ കാത്തിരിക്കുന്ന ദൈവവേദനെ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ജയമേനായി വെളിപ്പെടുന്ന ദിവസമുണ്ട്. അവിടെ വളരുമെന്ന് കടുനിരലിനെ തുടച്ചു മാറ്റും. ഒരു നിമിഷം കടക്കാം. ഇതുപോലെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. പറയുന്ന സാധനത്തിന്റെ പ്രാണനെ വീണ്ടെടുത്തു, എന്നെ വിടുവിച്ചു. ജീവനുള്ള ദേശത്ത് ജീവനത്തെ നിലനിർത്തിയിരിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഹൃദയം കൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ വിളിച്ചു പറയാം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സിയോൻ സൈന്യമേ ഉണർന്നിടും, ഒരുതികയമെടുത്തു ഇരുളുമാറിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടും, ഒരുതികയമെടുത്തു ഇരുളുമാറിക്കാം. Yeah.
എന്നുള്ള വിഷയം സ്വന്തം മനുഷ്യന് ഏത് തോട്ടത്തിൽ വന്ന വീഴ്ചയുടെ സ്വന്തം സംഭവത്തിലൂടെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടത് ആ ഭാവമാണ് നാം ചിന്തിക്കുന്നത്. സ്തോത്രം. വളരെ ദൈവമക്കളുടെ ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമായ ചില ദൈവവചന സത്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. We have returned to the part 8 of the fall of man that we've been discussing for the last few weeks. And there are some foundational truths that we're going to present today under the part 8. Praise the Lord. Hallelujah. നമുക്കറിയാം ഏദൻ പൂങ്കാവനത്തിൽ നടന്ന ആ ഒരു സംഭവം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉലച്ച് ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നുപോയി എന്ന് നമുക്ക് അറിയാൻ കഴിയും. We know from the event that happened in the Garden of Eden, there was a separation between God and man. എന്നാൽ ആ വീഴ്ച സംഭവിച്ചപ്പോഴും ദൈവത്തിന്റെ കൃപയുടെ ഒരു വലിയ വെളിപ്പാട് നമുക്കവിടെ കാണാൻ കഴിയും. So even though that the fall happened, we are able to see the revelation of God's greatest grace. അതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ദൈവം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മുടെ പരാജയത്തിൽ ദൈവകൃപയ്ക്ക് ഒരു കുറവുണ്ടാകും. That is one good thing about our God, because in our fall, in our defeat, we are able to see God's grace in it. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആ കൃപയുടെ ഒരു ആഴമത സ്തോത്രം നമ്മളുടെ പരാജയം, നമ്മുടെ വീഴ്ച, നമ്മുടെ ഭാരം. അതുകൊണ്ടാണ് സ്തോത്രം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പരാജയത്തിൽ നാം ദൈവത്തിൽ നിന്ന് ദൂരെ പോകാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനാണ് ദൈവം നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. That is the depth of God's grace, because He does not want when we fall into our sin or when we fall into our sin, He does not want us to get separated from Him, but rather He wants us to get more closer to Him. നമുക്കറിയാം അത്ര മനോഹരമല്ലാത്ത ഇറ്റ്സ് an ugly event, right? ദൈവം മനുഷ്യരുടെ ഒരു വലിയ വീഴ്ചയാണ്, ഒരു വളരെ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയമാണ് അവിടെ കാണുന്നതെങ്കിലും അതിനകത്ത് ഓവർ ആർച്ചിങ് ആയി അതിനെ കവിഞ്ഞു നിൽക്കുന്ന ദൈവകൃപ അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. We see that this has been a big fall. It was not a great event for man, but what we see over here is the overarching of God's grace in this whole situation. Praise the Lord. നമുക്ക് വേദഭാഗം ഒന്ന് വായിക്കാം. സംഭവം കഴിഞ്ഞ് വലിയൊരു മഴ പെയ്ത് ഒഴിഞ്ഞു എന്ന് നമ്മോട് പറയാം. അത് കഴിഞ്ഞപ്പോൾ അല്ലെ വലിയൊരു സംഭവം അവിടെ നടന്നു. എന്നാൽ അവിടെ വന്ന ദൈവം അവർക്ക് ശിക്ഷ നൽകുന്നു, ശിക്ഷ വിധിക്കുന്നു. എന്നാൽ അതിനുശേഷം സംഭവിച്ചൊരു കാര്യം ക്ലോസിംഗ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുന്നത് സ്തോത്രം നാടകാന്തം എന്നൊക്കെ പറയുന്നത് പോലെ ശുഭം എന്ന് പറഞ്ഞ കട്ടൻ വീഴുന്നതിന് മുമ്പുള്ള അവസാനത്തെ സീനായിട്ട് നമുക്ക് ഈ വാക്യങ്ങളെ കാണാം. ജനസിസ് പുസ്തകം 3-ാം അധ്യായം 20 മുതൽ 24 വാക്യം. We can read Genesis chapter 3, 20 to 24, where we see it is like the call, the last scene on what happened in this situation. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തമ്മിൽ ഒരുത്തിനെ പോലെ ആക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയാ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് തെരുവുകളെ നിർത്തി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. The man called his wife's name Eve, mother of all living, and the Lord God made for Adam and his wife garments of skins and clothed them. Then the Lord God said, Behold, the man has become like one of us in knowing good and evil. Now lest he reach out his hand and take all of the tree of life and eat and live forever. Therefore the Lord God sent him out of the Garden of Eden to work the ground from which he was taken. He drove out the man, and at the east of the Garden of Eden he placed a cherubim and a flaming sword that turned every way to guard the way to the tree of life. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഫസ്റ്റ് ഇവന്റ്, ആദ്യ സംഭവം കാണുന്നത് a new beginning in the midst of it. ആ ഒരു ലജ്ജാകരമായ സംഭവം, വളരെ സ്വതന്ത്രം ആശയില്ലാത്ത നിരാശാവഹമായ ഒരു സംഭവ പരമ്പരയ്ക്ക് ശേഷം ഒരു പുതിയ തുടക്കം നമുക്ക് അവിടെ കാണാൻ കഴിയും. When we hear the first event, we see that there is a new beginning in that midst of shame.
Praise the Lord. Hallelujah. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്ലെങ്കിൽ മുഖമായിട്ടിരിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ സുഖം തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാര്യം എനിക്ക് സന്തോഷപ്പെടുന്ന കാര്യം പറയാൻ പോവാ. സ്തോത്രം. The first thing is ഹൗവയ്ക്ക് ആദം എന്ത് ചെയ്തു? പേരിട്ട. The first thing that happened at this new beginning was the naming of Eve. എനിക്ക് അതുവരെ ഹൗവ എന്നുള്ള പേര് അല്ലേ, ഹവ എന്ന പേര് വേഗ വാക്കാണ് ഹീബ്രു ഉള്ളത്. സ്തോത്രം. ഹവ എന്ന പേര് മലയാളമാണ്. അതിനകത്ത് ഈവ് എന്ന ഇംഗ്ലീഷ് വാക്കിനേക്കാൾ മലയാളത്തിലാണ് ഹവ ഹവ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സകല ജീവജാലങ്ങൾക്കും മാതാവ് എന്നുള്ള അർത്ഥമാണ് ആ പേരിലുള്ളത്. In Malayalam, it is the way they say Eve is Hawa, but in English it is Eve. And the meaning behind the name of Eve is the mother of all living things. Praise the Lord. Hallelujah. ആദം പറഞ്ഞു, ഈ കുഴപ്പമൊക്കെ കാണിക്കെങ്കിലും ഞാൻ നിനക്ക് പേരിടാൻ പോകും. എനിക്കിപ്പോ അതുവരെ എന്താണ് ആദം ഹവ്വയെ വിളിച്ചത് ഞാൻ ചിന്തിച്ചു. Adam said that because of what had happened, I'm going to give you a name Eve. But I've thought before this, what did Adam call Eve? ഇനി ഹണി എന്നാണോ, ഡാർലിംഗ് എന്നാണോ, മോളെ എന്നാണോ, സ്തോത്ര സഹോദരി എന്നാണോ, അതൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ സംതിങ് ഹി ഹാസ് കോൾഡ് ബിഫോർ ദാറ്റ്. പക്ഷേ ഇപ്പോൾ ശരിക്കുള്ള പേര് ഇവിടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള പേര് വിളിച്ചു. എന്താണ്? സർവ്വ ജീവജാലങ്ങൾക്കും മാതാവ്. ഈ കുഴപ്പമൊക്കെ കാണിച്ചു. So anyway, you are going to be the living, the mother of all living. എല്ലാ ജീവജാലങ്ങൾക്കും മാതാവ് എന്ന അർത്ഥം വരുന്ന ഹവ്വ എന്ന പേര്. We don't know what Adam was calling Eve before he named her Eve, but later he decided after the whole situation happened, he was going to name her Eve, which means the mother of all living. Praise the Lord. Hallelujah. ഈ പേര് വിളി വെറും ഒരു പേര് കൊടുക്കുന്നതായി നമ്മളെ കാണരുത്. അതിനകത്ത് this act of naming, the very act of naming, ഈ പേര് വിളിച്ചത് തന്നെ ഒരു വലിയ പ്രത്യാശയാ. സ്തോത്രം. ഒരു വലിയ ഹോപ്പാ, ഒരു പ്രത്യാശയുടെ കിരണമാ. എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള വാഗ്ദത്തത്തെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആദം അവിടെ ചെയ്തത്. We should not see this naming of Eve as an ordinary thing, but it has a great meaning or great hope to it, where it is a sign of faith in God's promise that the seed of woman would crush the serpent's head. So hallelujah. അവിടെ തുടക്കം അതാ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ തുടർച്ചയാവണം ആദം ഹല്ലേലൂയ തന്റെ കൂട്ടായി കൊടുത്ത സ്ത്രീക്ക് ഹവ്വ എന്ന് പേർ വിളിച്ചു. This is where we see that new beginning, where Adam's partner, he was able to give her the name Eve. And verse 21, next verse we see, അടുത്ത വാക്യം നാം കാണുന്നത് ഹല്ലേലൂയ praise the Lord, the first sacrifice, ആദ്യത്തെ യാഗത്തെ നമ്മുടെ കാണുകയാണ്. പാപത്തെ മൂടുന്ന, പാപത്തെ മറയ്ക്കുന്ന, പാപത്തിന്റെ പരിണിതഫലത്തെ മറയ്ക്കുന്ന ഒരു യാഗത്തെ നമുക്ക് കാണാൻ കഴിയും. In the next verse, verse 21, we see that where the first sacrifice was made, a sacrifice that was covering all the sin, that was having the sin hidden, and that is what we see in verse 21. ആ പാപത്തെ മറച്ച ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. God's provision is what we see over there. When we see where the nakedness was covered, the sin was covered, we see that it was actually God's provision in their lives. It is God. ദൈവമാണ്. ആദമോ ഹവ്വയോ അവരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ അത്തി ഇല അവിടെ വാടി. സ്തോത്രം. എന്നാൽ വാടാത്ത എന്നേക്കും നിലനിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആട്ടുതോല്, സ്തോത്രം കുഞ്ഞാട്ടിന്റെ തോല് അവിടെ ലഭിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തിയായി ദൈവം മുൻകൈ എടുത്ത് അവർക്ക് നൽകിയ ദാനമാണ്. Over here we see God's provision is not through Adam and Eve who used garments to cover themselves, but it got decayed. God provided an everlasting tunics of skin for them. ഈ ദൈവത്തിന്റെ കരുതല് കാൽവരി യാഗത്തിന്റെ നിഴലായി നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം നമുക്ക് വേണ്ടി കരുതിയ പരമയാഗത്തിന്റെ മുന്നോടിയായി ദൈവം ഏദൻ പൂങ്കാവനത്തിൽ ആദ്യ മനുഷ്യർക്ക് നൽകിയ ഒരു ദാനമാണ്, കരുതലാണ്. അത് കാൽവരിയുടെ ഒരു നിഴലാണ്. This God's provision that we see that it also reflects to the sacrifice that was provided at the Calvary. Praise the Lord. ആട സ്തോത്രം ആ തോല് കൊണ്ടുള്ള ഉടയാടെ അവർക്ക് ഉണ്ടാക്കി. സ്തോത്രം. അവിടെ രക്തം ചൊരിഞ്ഞു. സ്തോത്രം. അത് കാണിക്കുന്നത് രക്തച്ചൊരിച്ചിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ എന്നുള്ള കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി
പ്രത്യാരണം പ്രഖ്യാപിച്ചു. Over here, what God is declaring when He was providing the garments of skin from animals, it signifies that the life was taken, foreshadowing the need of blood sacrifice for the forgiveness of sin. ഈ അവിടെ അറക്കപ്പെട്ട കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ കുഞ്ഞാടിന്റെ തോലാണ് ഇവർക്ക് വസ്ത്രമായി നൽകിയത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ അത് കാൽവരിയിലെ പരമയാഗമായി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിഴലായി the lamb without blemish എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തൊരു കുഞ്ഞാട് ഈ മനുഷ്യ ജാതിക്കായി അറുക്കപ്പെടുവാൻ പോകുന്നു, പാപപരിഹാരമായി അറുക്കപ്പെടാൻ പോകുന്നു എന്ന ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് ആ പ്രവചനം നമുക്ക് കാണാൻ കഴിയുന്നത്. We see over here that God provided the skin of the lamb to cover Adam and Eve, and this sacrifice also points directly to Jesus Christ, who is the lamb without blemish, and who was given to us as a sacrifice for our redemption. പ്രിയമുള്ളവരെ, ഏദൻ പൂങ്കാവനിൽ നടന്ന ഈ സംഭവം മനുഷ്യന്റെ വീഴ്ചയുടെ അവസാന അധ്യായം, അല്ലെങ്കിൽ the last episode of that fall, അവസാന അധ്യായം കാണിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ ആ ഒരു ബാഹുല്യത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. What we see towards the end of the story, of the last section of the story, is God's great grace. Praise the Lord. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോഴും ദൈവം നമ്മെ ബാലശിക്ഷ നൽകി ഒരു പിതാവിനെ പോലെ മാതാവിനെ പോലെ നമ്മെ കരുതുമ്പോഴും അതിനകത്ത് സ്വർഗീയ പിതാവിന്റെ ആ കൃപയുടെ ലാളന നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാണ്. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഹല്ലേലൂയ ആ പിതാവിനെ ശിക്ഷിച്ചാലും അവന്റെ കരുണ അത്യധികമാണ്. ഹല്ലേലൂയ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. We see God's disciplining us like our father or mother disciplines us. In that discipline, we see how there is a great mercy of God that is given to us. ദൈവത്തിന്റെ കൃപയെ മാറ്റി നിർത്തി ദൈവത്തിന്റെ യാതൊരു പ്രവൃത്തിയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. By taking away the grace of God, we are not able to see the fulfillment of the sacrifice. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവത്തിന്റെ കരുതലിൽ ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവം നൽകിയ എല്ലാ ദാനത്തിലും ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയുണ്ട്. Hallelujah. There is mercy in God's provision, there is mercy in God's purpose, there is mercy in when God blesses with things, and also there is mercy when God is disciplining us. Hallelujah. അവിടെ മനുഷ്യർ പാപത്തിൽ അകപ്പെട്ടത് ദൈവത്തിന് വലിയ വേദന ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ ആ വേദനയിൽ ആ ദൈവത്തിന്റെ ദുഃഖത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ഓർത്ത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ആ സൃഷ്ടി ഇപ്രകാരം പാപത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ അതിന്റെ പരിഹാരവും അവിടെ പ്രഖ്യാപിക്കാനിടയായി. ഹല്ലേലൂയ. The fall of man, we know that it really hurt God, and he even said that he regretted making God. He regretted making man. But over there, even in that situation, we were able to see God's greatest grace. Praise the Lord. Hallelujah. ദൈവം നൽകിയ ദൈവയുടെ ഒരു ന്യായവിധിയുടെ വാക്കാണ് അവിടെ മുമ്പുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച വേദഭാഗത്ത് നാം കാണുന്ന ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യന്റെ മേൽ വെളിപ്പെട്ടു, പാമ്പിന്റെ മേൽ വെളിപ്പെട്ടു, ഈ ഭൂമിയുടെ മേൽ വെളിപ്പെട്ടു നാം കാണുന്നു. ന്യായവിധിക്ക് നടുവിലും we can see നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ. Over here we see that judgment that was made towards man, a judgment that was made against the serpent, and that judgment that was made against the earth. But even through this judgment, we were able to see God's mercy and His grace. 23-ാം വാക്യത്തിൽ നാം കാണുന്നത് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് വായിക്കുന്നു. Over here in verse 23, it says that God sent him out of the Garden of Eden to till the ground from which he was taken. Praise the Lord. Hallelujah. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. കാരണം ഏദൻ തോട്ടത്തിൽ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഏദൻ തോട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്തുവാ? എല്ലാ ഫലങ്ങളും ഉള്ള വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബനാന ആണെങ്കിൽ നാളെ ഗ്രേപ്സ്, പിന്നെ മാംഗോ, പിന്നെ ഓറഞ്ച്. ഇവരുടെ വിശാലമായ മെനുവാണ് അല്ലേ? സ്വതന്ത്രം. അപ്പൊ എല്ലാ സാധനം ഉള്ളത് കൊണ്ട് നീ അധ്വാനിക്കണമെങ്കിൽ നീ ഇതിന്റെ പുറത്തു വരും. അതുകൊണ്ട് സ്വതന്ത്രം അധ്വാനിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുന്ന വിയർപ്പ് കൊണ്ട് കഴിയും എന്നുള്ള ആ വാക്ക്, ആ കൽപ്പന, ആ ജഡ്ജ്മെന്റ്, ആ ന്യായവിധിയുടെ വചനം നിവൃത്തിയാകുവാൻ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി.
Over here we know that the Garden of Eden, it had all the needs that Adam and Eve wanted, all the food, everything that they needed for breakfast, lunch and dinner, everything was available. But when they were expelled from the Garden of Eden, God made a judgment that they were supposed to work and till on the ground. Praise the Lord. പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മറ്റൊരു ദുരവസ്ഥയാണിത്. ദൈവത്തിന്റെ കരുതൽ അതിൽ നിന്ന് നാം പലപ്പോഴും ദൂരത്തായി പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ പാപപ്രവൃത്തികളാണ്. Over here we see that sin separates us from God's grace. Praise the Lord. ദൈവത്തിന്റെ കൃപയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തോടുള്ള സംസർഗത്തിൽ നിന്ന് ഒരു ദൂരത്തായെന്ന് മാത്രമല്ല, ദൈവം അവർക്ക് വേണ്ടി അനാദികാലത്തേക്ക് കരുതി വെച്ച എല്ലാ കരുതലിൽ നിന്നും ഈ ആദവും ഹവ്വയും ദൂരത്തായി. It is not a separation only from God's grace, but everything that God prepared from Adam and Eve and made ready for Adam and Eve, they were separated from that also. അതൊരു നെഗറ്റിവിറ്റിയാണ്, നമുക്ക് ഒരു നകാരാത്മകമായ ചിന്തയാണ്. കർത്താവേ, ഈ നന്മ, ഈ ഫലപുഷ്ടമായത് ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ അതിനകത്തും ദൈവത്തിന്റെ കരുതലിന്റെ, ദൈവത്തിന്റെ കരുണയുടെ ഒരു വലിയ സന്ദേശം നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. We might think that Adam and Eve might have said that God, you take all your goodness away from me. But even in that taking away, in that separation, they were able to see God's greatest grace in it. 22-ാം വാക്യമാണ് കർത്താവിന്റെ കരുണയുടെ ആഴത്തെ വെളിവാക്കുന്ന ഒരു കാര്യം. 21-ാം വാക്യത്തിൽ നമ്മൾ പറയും, ഈ അവരെ പുറത്താക്കി, അവർക്ക് കയറാൻ കഴിയുന്നില്ല, കിരുബുകളെ ആക്കി കാവൽ നിർത്തി. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഇത്രത്തോളം ചെയ്തത് എന്ന് 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We might see that God took them away from the garden and He put two swords over there for them not to enter back. But in verse 22 we will see why this exactly happened. Praise the Lord. 22-ാം വാക്യം വായിച്ചാൽ 22. യഹോവയായ ദൈവം മനുഷ്യർ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. മനസ്സിലായോ ആ വാക്യത്തിന്റെ അർത്ഥം? സ്തോത്രം എന്ന് പറഞ്ഞാൽ now man is in a fallen state. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇപ്പോൾ അവർ പാപം ചെയ്തപ്പോൾ അവർ വീണ അവസ്ഥയിൽ പാപികളായി. Over here we see that man, he fell into, he had the fall that happened to him, and now he's in that fallen sinful state. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൂരത്ത് പോയ മനുഷ്യർ, they were separated far away from God. ദൈവവുമായുള്ള ബന്ധം, ആത്മബന്ധം നഷ്ടപ്പെട്ട് ആത്മാവിൽ ഇരുട്ട് കയറിയവർ, ആത്മാവിന്റെ വെളിച്ചത്തെ കെട്ടുപോയ അവസ്ഥയിൽ. The spiritual relationship that they have with God, that was also separated between God and man. പറയുകയാണ്, മനുഷ്യർ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നു എന്ന് ദൈവത്തോട് പറയുകയാണ്. Over there it says that behold, the man has become like one of us to know good and evil. അവിടെ നാം us എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, തിയോളജിക്കലി ഇറ്റ് ഈസ് വെരി വെൽ triune God is being presented over there. When the verse is using the word us, they're talking about the triune. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ത്രിയേക ദൈവത്തിന്റെ ഒരു സംഭാഷണമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പറയുക, നമ്മിൽ ഒരുത്തനെ പോലെ അവർ ആയി. But one thing, except one thing, അവർ പാപികളായി. Over there it talks about God the Father, God the Son, and God the Holy Spirit as one of us, the Trinity. And over there it says that man has become one of us, but he is in a sinful state. അതുകൊണ്ടാണ് കർത്താവ് യേശുവിന്റെ പേരിൽ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായ ക്രിസ്തു. Praise the Lord. That's why it says that Jesus Christ, that He is just like us. without sin. Without sin. Yeah, Jesus is just like us but without sin. Praise the Lord. ഇവിടെ പറഞ്ഞിരിക്കുക, ഇനി ഒരു കാര്യമേ ബാക്കിയുള്ളൂ, ഇപ്പോൾ അവർ കൈനീട്ടി, സ്തോത്രം, ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും പാപികളായി ജീവിപ്പാൻ ഇടവരാതിരിപ്പാൻ. Over here is mentioned that now if they eat from the tree of life, they will be able to live forever in their sinful state, and that is what needs to be prevented. ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്കവൻ തിന്മാൻ തരും.
ഒരു ദിവസം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാൽ He will give us the fruit from the tree of life at a certain time in the future. Praise the Lord. അത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ തരും. ഹല്ലേലൂയ. Praise the Lord. അവിടെ എന്നേക്കുമായി ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ഭാരമില്ലാത്ത, രാത്രിയില്ലാത്ത, പകലില്ലാത്ത, ഹല്ലേലൂയ, വെളിച്ചം സൂര്യന്റെ അവിടെയുള്ള സൂര്യന്റെ വെളിച്ചം പോലെ പ്രകാശിക്കുന്ന പുത്രനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറയാം. അവർ എന്നേക്ക് രാജാക്കന്മാരായി വാഴും. ഇതെല്ലാം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. In Revelation chapter 22 verses 1 to 5, it says that he will give us the fruit from the tree of life, where we will be able to live forever. We will be living with God, where the throne of God and the Lamb and Jesus and all the servants will be there. There's no need for any lamps or the sun, so the Lord will shine upon them. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയത് ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രവൃത്തിയായിട്ടാണ് നാം അവരെ കാണുന്നത്. So over here, when we see that God expelled them from the Garden of Eden, we should see that it was the grace of God that made him do it. കാരണം സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം അടുത്ത പടി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇവർ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നു. അടുത്തതായി ഇവർ കഴിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇവന്റ് ഈസ് ഗോയിങ് ടു ബി stretching forth, കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നും. പിന്നെ ഇവരെ മടക്കി കൊണ്ടുവരുവാൻ കഴിയത്തില്ല. So the all-knowing God, he knew what the next step was going to happen. After they eat from the tree of knowledge of good and evil, he became like God. And the next step was to eat from the tree of life. And God wanted to prevent them from taking that next step. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ മരണം അന്ന് മുതൽ വാഴുവാൻ ആരംഭിച്ചു. What that means is death took over, ruled over man from that time onwards. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം I will keep it, I will spare this fruit for you. ഞാൻ ഈ വൃക്ഷഫലത്തെ നിങ്ങൾക്ക് വേണ്ടി മാത്രം, മനുഷ്യർക്ക് വേണ്ടി അതിനെ ഉണ്ടാക്കിയത് മറ്റാർക്കും വേണ്ടിയല്ല. സ്തോത്രം, ദൈവത്തിന്റെ പാർട്ടി കൂടാനല്ല, അവിടെ മനുഷ്യർക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചതാ ജീവവൃക്ഷം ഫലം. പക്ഷെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല. God said that he will be giving him the fruit from the tree of life in the future, but as of right now, he won't be able to do that. Praise the Lord, hallelujah. അപ്പോൾ ദൈവത്തിന്റെ കരുണയാ പ്രിയമുള്ളവര് ആദമനെ ഹവ്വയെയും അതിന് പുറത്താക്കുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പലപ്പോഴും തിക്താനുഭവങ്ങളിലൂടെ, പലപ്പോഴും ദൈവം നമ്മളിൽ പലതും മാറ്റി നിർത്തുന്നതിലൂടെ ഒക്കെ നമുക്ക് ആ ദൈവത്തിന്റെ കരുണയെ മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ ഒരു കാര്യം, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. അവിടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവേ, നീ അത് മാറ്റി നിർത്തിയത്, എനിക്ക് നൽകാതിരുന്നത്, അതിനെ തടഞ്ഞത് നിന്റെ കരുണയാ. ഹല്ലേലൂയ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Adam and Eve was expelled from the Garden of Eden. In our life, we might think like in situations where we think God is not answering our needs, but over there, when we get into the presence of God, we will understand why His grace kept us away from Him. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ പല പ്രാർത്ഥനകളും, എന്റെ പല ആഗ്രഹങ്ങളും, എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിച്ചത് പലതും ദൈവം എന്നെ അനുവദിച്ചില്ലല്ലോ, അതിനായി ദൈവത്തിന് നന്ദി എന്ന് എനിക്ക് ഇതിനോട് പറയാൻ കഴിയും. എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവത്തിന്റെ കരുണയുടെ ഹല്ലേലൂയ ആ വലിപ്പം, ആ സംഭവങ്ങളിലൂടെ ഇന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീരും. I praise and thank God for many of my prayers and my desires that have not been answered, because when I look back, I see God's grace in it, and I see why that did not happen in my life. Praise the Lord. നമുക്കറിയാം ദൈവം ന്യായം വിധിച്ചു. നിലത്തെ പൊടിയിൽ നിന്ന് എടുത്ത് പൊടിയിലേക്ക് ചേരുമെന്ന് പറഞ്ഞു. വേർപ്പോട് നീ ഉപജീവിക്കുന്നു പറഞ്ഞു. സ്ത്രീക്ക് വേദനയുടെ മക്കളെ പ്രസവിക്കുന്നു പറഞ്ഞു. ഇതെല്ലാം നൽകിയെങ്കിലും മനുഷ്യരോട് കാണിച്ച കരുണയുടെ ഒരു ആഴമെന്നറിയാമോ? അവരെ ഉപേക്ഷിച്ചില്ല. അവരുടെ പാപത്തെ മറയ്ക്കുവാൻ, അവരുടെ നാണത്തെ മറയ്ക്കുവാൻ ദൈവം മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനിടയായി തീർന്നു. Over there we see that God did not abandon them by telling that you should sweat, you should toil in the land, and the woman will be giving birth and pain. He did not abandon them, but He was able to cover their sin by using His grace. ഇതുപോലെ കാര്യത്തെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യമുണ്ട്. ഒരുപക്ഷെ അവൻ നമ്മെ ശിക്ഷിക്കുമായിരിക്കും. അവൻ നമുക്ക് തക്കതായ രീതിയിൽ ഈ പാപത്തിന്റെ പണ്ഡിതഫലമായ പാപത്തിന്റെ കോൺസിക്വൻസ് എന്ന് പറയുമല്ലോ, ഇതൊക്കെ തരുമായിരിക്കും. എന്നാൽ അതൊന്നും, എത്ര വലിയ ശിക്ഷ നമുക്ക് ലഭിച്ചാലും
അതൊന്നും ഒരു ദൈവവൈതലേ അവന്റെ കരുണയെ മറക്കുന്നില്ല. കൃപയുടെ വാതിൽ ഇന്നും തുറന്നു കിടക്കുകയാ. കൃപയുടെ വാതിൽ അടയും വരെ എന്റെ ദൈവത്തിന്റെ കരുണ നമ്മോട് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. One thing that I want to share with the church is, even though God disciplines us, even though He punishes us, He does not take His grace away from us. Always the door of grace and mercy is open towards us. ദാവീദിന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് We see this in the life of David. ദാവീദ് ദൈവത്തോട് കുറ്റം ചെയ്തു. David sinned against God. ഒന്നല്ല, പല പ്രാവശ്യം കുറ്റം ചെയ്തു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കുറ്റം താൻ രാജാവ് എന്ന നിലയിൽ, സ്തോത്രം, ജനത്തിന്റെ നേതാവ് എന്ന നിലയിൽ ദൈവസന്നിധിയിലെ കുറ്റങ്ങൾ ജനത്തെ എണ്ണിയാണ്. സ്തോത്രം. He did many sins against God, but when he was a king and when he was a person who was representing the people of God, he took a census with Israel. കാരണം ദാവീദ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല ഈ ജനത്തെ, സ്തോത്രം, ദൈവം നൽകിയ ദാനമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, നീ ഇത് എന്റെയാ, നിനക്ക് ഇതിനെ എണ്ണ അവകാശമില്ല. നിന്റെ ഹൃദയം അങ്ങനെ അത്രമാത്രം ദൈവത്തോട് സ്വന്തം മറുതലിപ്പാനുള്ള ഒരു മനോഭാവം ഉണ്ടായതുകൊണ്ട് ആ മോട്ടിവേഷൻ, ആ മോട്ടീവ്, അതിന്റെ വലിയ ഉദ്ദേശം ദൈവത്തിന് അനിഷ്ടമായതുകൊണ്ട് ദൈവം ശിക്ഷിച്ചു. എന്തുപറ്റി? വലിയൊരു ബാധ അവിടെ വന്നു. ആ ബാധയിൽ അനേകം മരിക്കുവാനിടയായി. Here David thought that he was the one who brought the people to Israel, but it was God who actually blessed David with the people of Israel. And what happened with it? A great disease came into the among the Israelites, and many people died. നമുക്കറിയാം, ഒരു സംഹാരദൂതൻ അല്ലേ, സംഹാരദൂതൻ നിന്നുകൊണ്ട് ജനത്തിനെതിരെ ജനം ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ആയിരക്കണക്കിന് മരിക്കാൻ തുടങ്ങിയ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഓടി ദൈവസന്നിധിയിലേക്ക് പോയി. We see that angel that was delivering that judgment to the Israelite people, and they were dying in the thousands. And what happened was they ran into the presence of God. ദൈവം ദാവീദിന് മുമ്പിൽ രണ്ട് ചോയ്സ് വെച്ചു. God gave two choices to David. എത്ര വരെ സംഭവം ഓർക്കുന്നുണ്ട്? ദൈവം ദാവീദിന് രണ്ട് ചോയ്സ്. ഒന്ന്, ശത്രുക്കളാൽ നീ അപഹരിക്കപ്പെടും, അല്ലെങ്കിൽ എന്റെ കരം നിനക്ക് എതിരെ വരും. അല്ലേ? Two choices were given to him, that David would fall in midst of his enemies, or God's hand will be heavy upon him. ദാവീദ് തിരഞ്ഞെടുത്തതാ. What did David choose? ദാവീദ് പറഞ്ഞു, നിന്റെ കരം നീ എനിക്ക് നീട്ടിക്കോ, എനിക്കറിയാം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് പറഞ്ഞു, നീ കരുണയുള്ളവനാ, നീ മഹാദയമുള്ളവനാ, നീ എത്രമാത്രം എന്നെ ശിക്ഷിച്ചാലും ഒരു പരിധിക്കപ്പുറം, നിന്റെ കരുണയ്ക്ക് കൃപയ്ക്കും അപ്പുറം ആ ശിക്ഷ വരത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ കയ്യിൽ വിടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന മനുഷ്യന്റെ സ്വഭാവം അപ്പോൾ നമുക്ക് ഓർമ്മമല്ല. ഹല്ലേലൂയ. So we know David, who was a man after God's own heart, he asked, requested God to stretch his arm towards him, because he knows that there is a limit to how much God would punish him, because God's grace and mercy is high, beyond the punishment that God would give towards David. ആ സംഭവം നാം ഈ ഒരു ഏതെല്ലാം ദൈവത്തിന്റെ സംഭവമായി, ദൈവത്തിന്റെ പ്രവൃത്തിയുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം അതുകൊണ്ട് പകൽക്കാരനെ കേൾക്കുന്നവർ, ഹല്ലേലൂയ, ദൈവം നമ്മെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തോട് മറുതലിക്കരുത്. അവന്റെ ശിക്ഷയിലും അവൻ നമ്മെ പത്യോപദേശം ചെയ്യുമ്പോഴും അവൻ നമ്മെ നേർവഴിക്കാക്കുമ്പോഴും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ നമ്മെ നിവർത്തിക്കുമ്പോഴും അവൻ നമ്മെ ചെത്തി വെളിപ്പാക്കുമ്പോഴും അതിനെ കവർ ചെയ്യുന്നത് അവന്റെ കൃപയാണ്. അത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. One thing we should understand is that God is hallelujah. And when He is punishing us, we should understand that He is doing this out of His grace, and He is trying to bring us to the right path, and we should understand what is happening. ഒരിക്കലും ദൈവത്തിന്റെ നമ്മളാരും ദൈവത്തിന്റെ ശിക്ഷയിൽ അകപ്പെടാതിരിക്കട്ടെ. പക്ഷേ പലപ്പോഴും സാധ്യമല്ല. നമ്മുടെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ ബാലശിക്ഷ നൽകി അവൻ നമ്മെ ഒരുക്കുകയാ. അവന്റെ പുത്രന്റെ രൂപത്തോട് നമ്മെ അനുഭവപ്പെടുത്തുകയാ. ആ പണി നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കുശവന്റെ കയ്യിലാണ് നമ്മൾ ആ ചക്രത്തിൽ നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴൊന്നും ദൈവത്തോട് മറന്നിരിക്കരുത്. ദൈവത്തോട് പറയാം, നീ എനിക്ക് വേണ്ടി ചെയ്ത നന്മയ്ക്ക് നിന്റെ കരുണ, നിന്റെ നീതയുണ്ട്. ആ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു, ആ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. So when God is disciplining us, or if He is punishing us, let us not rebel against Him, because He is trying to mold us to be like His Son, like a potter's clay. He is molding us to be just like His Son. ഈ പ്രവൃത്തി അത് തുടങ്ങിയതാ. This purpose started at that time. ഈ കർത്താവിന്റെ പ്രവൃത്തി അത് ആരംഭിച്ചതാ. ആദ്യ മനുഷ്യനിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി ഇന്നും അവൻ നിർത്തിയിട്ടില്ല. ഇന്നും അവൻ നമ്മെ തന്റെ കൃപയുടെ ബഹുത്വത്താൽ കരുതി പരിപാലിക്കുക. പലതും അനുവദിക്കാത്തത്, പലതും അനുവദിച്ചു തരാത്തത്, പലതും അവൻ തടയുന്നത് അവന്റെ
working us in our lives. So many things that He has stopped us or prohibited from giving it to us is because of His grace. And also, verse 24, 24 വാക്യം വായിക്കുമ്പോൾ പുറത്താക്കി കളഞ്ഞത് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. പുറത്താക്കിയാലും ദൈവം ചിലർക്ക് തടഞ്ഞാലും പെരയാന്റെ സ്വഭാവം പോലെ എന്തുവാ, നമ്മൾ പിന്നെയും പോയി നോക്കും. ദൈവം കർത്താവേ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് വീണ്ടും കയറാൻ. ആ ആപ്പിളിന്റെ രുചി ഇവിടെ ഞാൻ കൃഷി ചെയ്ത ആപ്പിൾ അത്ര രുചി പോരാ, ഇത് ജനറ്റിക്കലി മോഡിഫൈഡാ, മറ്റേ രുചിയുള്ളതാ എന്ന് പറഞ്ഞ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവൻ ഒരിക്കലും തിരിച്ചു കയറാതിരിക്കാൻ ഹല്ലേലൂയ കെരൂബുകളെ അവിടെ കാവലാക്കി. So here in verse 24 that we see that he was expelled from the Garden of Eden, and God placed a cherubim over there. The reason being is man's behavior and his intention to go back into the garden to get a better fruit, because he knows that he gets much better fruit from the Garden of Eden, and in order to prevent that, God placed a cherubim over there. Praise the Lord, hallelujah. ഇത് കാണിക്കുന്നറിയാമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, നമുക്കറിയാം ഹല്ലേലൂയ ഇത് ഒരിടത്ത് മാത്രമല്ല, സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ അവിടെ കെരൂബുകളെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. Over here we see that it's not only over here where God placed cherubim, but when they were making the Ark of the Covenant, they placed a cherubim. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. അതെന്താ കാണിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടിയുള്ള, ദൈവത്തിന്റെ അലംഘിതമായ വിശുദ്ധിക്കുള്ള ദൈവത്തിന്റെ പരിപാലനമാണ്. ഹല്ലേലൂയ. അശുദ്ധിയോടെ ഒരുവനും അവിടെ കടന്നുവരുവാൻ പാടില്ല. അതുകൊണ്ട് കെരൂബുകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In Exodus chapter 25 verses 18 to 20, we see that he made two cherubim from hammered coal to cover the Ark of the Covenant, which reflects or shows the covering of the sin. അവിടെ മാത്രമല്ല, ശലോമോനാലയം പണിതപ്പോൾ അവിടെ നാം കാണുന്നു ഹല്ലേലൂയ സ്തോത്രം, അന്തർമന്ദിരത്തിൽ അവൻ ഒലിവ് കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെ ഉണ്ടാക്കി അതിപരിശുദ്ധ സ്ഥലത്തിന്റെ കാവലാക്കി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകത്തെ കാണിക്കുന്നു. Even in 1 Kings chapter 6 verses 23 to 28, we see Solomon, when he built the temple, he made 2 cherubims of wild olive wood, each 15 tall, to protect from the most holy place. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക്, ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ ഹിതത്തിന് ദൈവം എപ്പോഴും കാവൽ നോക്കിയിട്ടുണ്ട്. One thing we should understand, for God's will, for His purpose in our life, He is put a cover over us. ഈ കെരൂബുകൾ കാണിക്കുന്നത് ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യത്തിന്റെ ഒരു പ്രതീകമായി. ഗ്ലിംസ് ഓഫ് റെസ്റ്റോറേഷൻ. Over here it shows the glimpse of restoration when He puts the 2 cherubims over there. Praise the Lord. ശിക്ഷ വിധിക്കുമ്പോഴും നമുക്കവിടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല, ഭാവിയിൽ ദൈവം ഈ മാനവജാതിയെ പൂർണ്ണതയോടെ ഉദ്ധരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിളിച്ചോതുന്ന ദൈവത്തിന്റെ ഒരു സന്ദേശം കൂടെ കെരൂബുകളെ അവിടെ കാവലാക്കിയത്. Over here the cherubim shows that there is a final restoration for man. അവിടെ കെരൂബുകളെ കാവലാക്കിയ ദൈവപ്രവൃത്തി നമുക്ക് ഇങ്ങനെ വിളിക്കാൻ പറയും, കൃപയുടെ കാവൽക്കാരാക്കി കെരൂബുകളെ അവിടെ ദൈവം നിലനിർത്തി. ഹല്ലേലൂയ. Over here the cherubim shows has God's grace as covering over the people's life. Praise the Lord. Hallelujah. പൈൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നൊക്കെ നാം കാണുന്നത് പോലെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കാവലാൾക്കാരായി ദൈവത്തിന്റെ ദൂതന്മാരെ നിർത്തി ഇന്നും ദൈവത്തിന്റെ പദ്ധതിക്ക് പിന്നിൽ ദൈവത്തിന്റെ ഒരു കാവലുണ്ട്. ഹല്ലേലൂയ. So there is a protection before God's purpose in our life, just like how the cherubim was covering the Ark of the Covenant. ദൈവത്തിലേക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കാവലുണ്ട്. Even with God's promise, there is a covering over. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുതൽ പരിപാലനം മനുഷ്യരെത്ര പ്രബലനായാലും, മനുഷ്യരെത്ര ഉയർന്നാലും, മനുഷ്യരെത്ര വെല്ലുവിളി ഉയർത്തിയാലും ദൈവത്തിന്റെ പദ്ധതിക്ക് മേൽ ദൈവത്തിന്റെ കാവലാളിനെ അവനാക്കും. അതിനെ ലംഘിപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. So here we see that there is a covering. Even against man's rebellion, there is still God's covering over there, and nobody can go up over it. Praise the Lord. Hallelujah. എത്ര വിശ്വസിക്കുന്ന കർത്താവേ, നീ എനിക്ക് നൽകിയ വാഗ്ദത്തങ്ങളുടെ മേൽ, നീ എന്റെ മേൽ ഉദ്ദേശിച്ച പദ്ധതികളുടെ മേൽ, നീ എനിക്കായി നിവർത്തിക്കാൻ പോകുന്ന സകലത്തിന്റെ മേൽ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ മേൽ, എന്റെ നിത്യതയ്ക്കുള്ള അവകാശത്തിന്റെ മേൽ ദൈവത്തിന്റെ കാവലുണ്ട്.
വിശുദ്ധിയുടെ കാവലുണ്ട്, ദൂതന്മാരുടെ കാവലുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. God's provision and His promises and His spiritual blessings in our life, there is a protection over it. അതുകൊണ്ട് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ കൃപ ഏതൊരു ദൈവപ്രവൃത്തിയിലും അത് നമുക്ക് വേദനവാക്കുന്നത്, നമ്മെ ചെത്തി വെളിപ്പാക്കുന്നത്, നമ്മെ ബാലശിക്ഷ നടത്തുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരിക്കലും ദൈവത്തോട് മറുതലിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ വിട്ടു പോകുന്നതിലും എന്തുകൊണ്ട് 1000 മടങ്ങ് എത്രയോ മടങ്ങ് നന്മയാ അവന്റെ കൃപയിൽ ആശ്രയിക്കുന്നത്. ഏറ്റവും വലിയ ദൈവത്തിന്റെ ശിക്ഷയിലും അവന്റെ കൃപയെ നമുക്ക് ദർശിക്കാൻ കഴിയും. So one thing I want to share with you is that even through the punishment, even through the disciplining, we should understand that we are able to see God's mercy in that, and we are not supposed to rebel against it, but we should have a better understanding of the mercy of God. Dear children, I would like to tell you, your parents will ശിക്ഷിക്കും അല്ലേ? സ്തോത്രം. Dear children, I just want to tell you, even your parents might discipline you. പക്ഷേ ശിക്ഷ കഴിഞ്ഞാലും അവരെ ശിക്ഷിച്ചാലും അടിച്ചാലും അതിനുശേഷം അവരുടെ സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിയും. Even after the disciplining and the punishment, you are able to see their love in your life. നിങ്ങൾക്ക് വേദനിച്ചെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളെ മാറോടടക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ട് അല്ലേ? When they see that you are hurt, our parents would bring you close towards അവരുടെ ആ ശിക്ഷയും ദേഷ്യവും ഒതുങ്ങുമ്പോൾ അവർ നിങ്ങളെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ഗുണമാണ്. When their anger and their punishment subsides, there's something that God gives them when they understand your situation. അങ്ങനെ ചെറിയ മിനിച്ചറായിട്ടുള്ള അങ്ങനെയുള്ള സന്തോഷം അല്ലേ? കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അടിച്ചു കഴിഞ്ഞിട്ട് അടിയും ശിക്ഷയും കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ സ്നേഹത്തോടുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ അതിലൊക്കെ എത്ര അപ്പുറമാണെന്നറിയാമോ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹം. So when we see that parents discipline the kids and then they forgive them and bring them closer to them, we see the joy in the kids' heart. Just imagine how much more God's love is there towards our life. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കരുത് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞു, ഒരിക്കലും വിചാരിക്കരുത്. So never ever think that God has abandoned you. ശിക്ഷിക്കുന്നത് നമ്മളെ തള്ളിക്കളയാനല്ല. So God is not punishing us to abandon us. അവിടെ വരെ കാണുന്ന ഏറ്റവും കൃപയോടെ അവൻ നമ്മെ വീണ്ടും ചേർത്തുകൊള്ളും. More grace is able to bring you closer to Him. അവൻ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്. With need of that He's punishing the man. അവൻ മനസ്സോടല്ല പ്രിയമുള്ളവരെ, അത് ദൈവനീതിയ അവന്റെ ശിക്ഷ. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയിലേക്ക് നമുക്കൊരു മടങ്ങിവരവുണ്ടാകട്ടെ. His punishment is let us grow more closer to Him. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. Let's close our eyes. അതുകൊണ്ട് ആരും മറുതലിപ്പായിട്ട് വരരുത്. ഹല്ലേലൂയ. ദൈവം നൽകുന്ന ബാലശിക്ഷയിൽ ആരും മറുതലിക്കരുത്. Don't rebel towards the disciplining that God is given in your life. Whatever way it will end up in His grace, in His grace, in His grace, in His grace alone. നമുക്ക് ഒരു വിഷയം പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശബ്ദം നമ്മുടെ കാതിലോതും. ഓ ദൈവത്തിന്റെ ശിക്ഷ, ദൈവത്തിനെ മറന്നു, ദൈവത്തിനെ ശിക്ഷിച്ചു. ഓ ഗോഡ് ഹാസ് forsaken you. Look, these all words are devil's words. Hallelujah. But don't listen to that. Listen to God's word. God's grace is in abundance. If in fall, the greatest fall of human beings, if God's grace has come in abundance, in small fall, in small mistake that we do, God's grace is still there in abundance for you. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ മനുഷ്യന്റെ വലിയ വീഴ്ചയിൽ, മനുഷ്യന്റെ വീഴ്ചയിൽ ഏറ്റവും വലിയ വീഴ്ചയിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു പരാജയത്തിലും അവന്റെ കൃപ വെളിപ്പെടും. അവൻ ശിക്ഷിച്ചാലും അവന്റെ കൃപ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം, Hallelujah. സ്തോത്രം, Praise പരിശുദ്ധനായ ദൈവമേ. Hallelujah. 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 നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ അയച്ചുവിടുന്ന ആ ദിവസത്തിന് സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് കൃപയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോട് കടന്നു വന്ന സന്ദർഭം ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇന്നലെ പാടുവാൻ പ്രാർത്ഥിപ്പാൻ Hallelujah. സ്തുതിപ്പാനോ ക്രിസ്തുവാനോ ഇടയാക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോട്. Hallelujah. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചായിരുന്നവർക്കൊക്കെ ഞങ്ങളെ പരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവങ്ങളുടെ കാത്ത എല്ലാ ദയക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ നല്ല സങ്കീർത്തനത്തെ നൽകി തന്നല്ലോ പാടി ദൈവത്തെ ബഹുത്തപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ.
അവിടുത്തെ രക്തോളങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ. ആവശ്യമുള്ള സൂക്ഷിച്ചു കൊള്ളണം. Hallelujah. ദൈവത്തിന് മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥനയെ സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി വീക്ഷിച്ച് എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആവശ്യമുള്ളവരെ ഞങ്ങളെ സഹായിച്ചു കൊള്ളണം. നന്ദിയോടെ സ്തോത്രം കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെ പ്രതിബിംബിച്ച് ജീവിപ്പാൻ കൃപ ഓരോരുത്തരും കൂടെ സഹായിച്ചു കൊള്ളുമാറാകുന്നു. പ്രാർത്ഥിക്കുന്ന കാലമണിയെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ അകത്യങ്ങൾക്ക് പാപയാഗമായി തീർന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. അടിയങ്ങളോട് കരുണ തോന്നി ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി കർത്താവേ. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. അടിയങ്ങളെ വിനയം ദൈവങ്ങൾ സമർപ്പിക്കുന്നു. തിരിയുന്ന പോലെ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ. അങ്ങനെയുള്ള പ്രകാരം ഞങ്ങൾ കാഴ്ചകളായി സൂക്ഷിപ്പാൻ ബലപ്പെടുത്തിയുള്ള സ്തോത്രം അവരെ കുടുംബമായി പരിപാലിച്ചു കൊടുക്കുവാനാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സഭയായി ദൈവങ്ങളെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ. എവിടെയായിരുന്നാലും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. പൊറിഞ്ഞുകൊള്ളണമേ. ചിറകീടെ മറച്ചുകൊള്ളുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം രോഗികളെ സൗഖ്യമാക്കണമേ. അവിടുത്തെ കൃപയ്ക്കായി യാചിക്കുന്നവർക്ക് സ്വർഗത്തിലെ വിവാദങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടദിവസയോഗങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം ഞങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒക്കെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് മറുപടി നിന്ന് സഹായിക്കുന്നതോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അത് ഞങ്ങളുടെ പ്രാർത്ഥനകളോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹത്തോടെ ഇപ്പോൾ Amen. മനസ്സലിയുടെ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവരുടെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോട് നാമോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും ദിവസത്തിലെ എല്ലാ ഭവനങ്ങളോടും ലോകമുള്ള സർവീസ്തന്മാരുടെ കൂടെ കർത്താവിനെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ